കുറേ പേരായി നമ്മുടെ അടുത്ത് ചോദിക്കുന്നു അമ്മ എന്തിൻ്റെ പ്രാക്ടീസിനാണ് പോണേന്ന്. അപ്പോൾ അമ്മ അവിടെ ഡാൻസ് നമ്മുടെ ഓരോ പരിപാടി ഉണ്ടാവില്ല അമ്പലത്തിൽ, അതിൽ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് പ്രാക്ടീസ് ഇപ്പോൾ കുറേ ആയി തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ഞാനും ആദർശനും കൂടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ പോണ വഴിക്ക് സുശീലേച്ചി നിഷേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ ആദർശമായിട്ട് ഓരോ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങാനും സ്റ്റേജിൽ വെച്ച് സ്റ്റെപ്പ് മറന്നു വീഴ്ചെങ്കിൽ ഒന്നല്ലെങ്കിൽ അവിടെ നിന്നിട്ട് വെളിച്ചപ്പെടുക, അല്ലെങ്കിൽ ബോധം കെട്ട് വീഴുക. ചേട്ടനറിയില്ലല്ലോ ഇവർ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ കാര്യം. ഇവർ കുറേ ആയിട്ടോ കളിക്കുന്നു, ഒരു 5-6 സ്റ്റേജ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം കളിക്കുന്നു കേട്ടോ. ഫുൾ ടൈം പ്രാക്ടീസ് ആവും. അമ്മയൊക്കെ പണി മാറ്റി വന്ന് നേരെ പ്രാക്ടീസിന് ഓടുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഓരോ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഇത് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ റീനമ്മയുടെ സിംഗിൾ പിക്കും വീഡിയോസും ഞാൻ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് ഞാനും ആദർശനും കൂടിയിട്ട് അമ്മയുടെ ഒപ്പമുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും നല്ല കമൻറ്റൊക്കെ ഞാൻ കണ്ടു. അമ്മയാണ് ചെറുപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പക്ഷേ സന്തോഷമുള്ളൂ. നമ്മുടെ അമ്മേനെ എപ്പോഴും എല്ലാവരും ഇങ്ങനെ പൊക്കി പറയുമ്പോൾ നമുക്ക് സന്തോഷമില്ലല്ലോ. അങ്ങനെ ഇതാ ഇവരുടെ ഡാൻസ് തുടങ്ങി കേട്ടോ. പക്ഷേ ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ റീനമ്മയുടെ വീഡിയോസ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ പുക, ഒന്നല്ലെങ്കിൽ ലേറ്റായിട്ട് ഒരു വീഡിയോസും നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ലൈറ്റിൻ്റെ ഇഷ്യൂ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ മുഖത്തേക്ക് വെളിച്ചം കിട്ടുന്ന രീതിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഈ മിന്നി നിൽക്കുന്ന സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഇവരുടെ ഡാൻസ് തന്നെ നമുക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു വിട്ടാ. റീനമ്മയൊക്കെ കളിക്കണമെങ്കിൽ എൻ്റെ കണ്ണ് തള്ളിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഇവരുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. ഇവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ഞാനും ആദർശനും പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ വീഡിയോസ് എടുക്കും ചെയ്യണം. അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഫുഡ് കഴിക്കണം. അതിന് മുന്നേ ഇവരെന്നെ ഗിഫ്റ്റ് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വിട്ടാ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതേ സമ്മാനമൊക്കെ വാങ്ങിച്ചു. എല്ലാവരും വിശന്നിട്ട് സൈഡായിട്ട് നിൽക്കണ്ടായിരുന്നു. കാരണം ജോലി കഴിഞ്ഞിട്ട് നേരെ പോകുന്നതാണ് എല്ലാവരും. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും പുറത്തുനിന്നൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇവർക്ക് കിട്ടിയ ട്രോഫിയൊക്കെ തന്നെ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ പോകാൻ കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഇത് നിഷേച്ചിനും സുശീലേച്ചിനും നമ്മൾ അതേപോലെ തന്നെ ഇറക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി. വാതിൽ തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ആമിപ്പെണ്ണ് ഇത് ഓടി വന്നിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ അത് കഴിഞ്ഞ് രാത്രി ഞാൻ ആദർശൻ്റെ ഒരു ആഗ്രഹം ഇപ്പം തന്നെ ഉപ്മാവ് വേണമെന്ന്. അങ്ങനെ ഞാനും അമ്മയ്ക്ക് ഇഞ്ചൊക്കെ അരിഞ്ഞു തന്നു. ഞാനും ബാക്കിയൊക്കെ സെറ്റാക്കി നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുക കേട്ടോ. രാത്രി ഇപ്പോൾ ഒരു 11 മണിക്ക് ആയിട്ടുണ്ടാവും. ഓരോരോ ആഗ്രഹങ്ങളെ അങ്ങനെ കട്ടൻ ചായയും വെച്ചു കൊടുത്തു, ഉപ്മാവും റെഡിയാക്കി കേട്ടോ. അങ്ങനെ ഇതെല്ലാം സെർവ് ചെയ്തിട്ട് ഞാൻ ആദർശന് കൊണ്ടു കൊടുക്കാണ്. രാത്രി കട്ടൻ ചായ കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ആദർശന് കൊണ്ടുകൊടുത്തു കേട്ടോ. ഇപ്പം കുറച്ച് കമൻറ്റ് വരുന്നുണ്ട്, ആമീനെ വീട്ടിലിട്ട് വളർത്താൻ പാടില്ല, ആമീനെ കൂട്ടിലാക്കി കൂടെയെന്ന്. ഗൈസ് ഇവിടെ ഒന്നാമത് കൂടില്ല. പിന്നെ ഇവളാച്ചങ്ങ ചെറുതാണ്, 2.5 മാസം ആയിട്ടുള്ളൂ. അവൾക്ക് അച്ചങ്ങ എപ്പോഴും ഒരാൾ കൂടെ വേണം, അല്ലെങ്കിൽ അവൾ ആകെ അലമ്പാക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ വീട്ടിലിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.